ജയറാം എന്ന് പറഞ്ഞ നടന് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം എടുത്തു 1988. ഫിൽക്രീത് നിന്നും അദ്ദേഹം സിനിമയിൽ വന്നൊരു വർഷമാണ്. ആ വർഷത്തെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പത്മരാജൻ എന്ന് പറയുന്ന സംവിധായകൻ ജയറാമിനെ സിനിമയിലോട്ട് കൊണ്ടുവന്ന 2 സിനിമകളാണ് കൊടുത്തത്. 88 എന്ന് പറഞ്ഞ വർഷം അവസാനിക്കുമ്പോൾ ജയറാമിൻ്റെ കൈ നിറയെ സിനിമകളായിരുന്നു. അപ്പോൾ 89 എന്ന് പറയുന്ന വർഷം 1989 15ഓളം സിനിമകളാണ് ജയറാമിൻ്റേതായ തിയേറ്ററിൽ ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു സിനിമകളെ കുറിച്ച് അവിടെ ഏതൊക്കെ സിനിമകൾ ഹിറ്റായി, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു അവസ്ഥകൾ എന്നുള്ളതിൻ്റെ കുറച്ച് കഥകളാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിരുന്നു. ഇതിൽ ആദ്യത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് ജാതകം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ? സുരേഷ് ഉണ്ണിത്താൻ എന്ന് പറയുന്ന സംവിധായകൻ, ലോഹിദാസ് റെസ്പെക്ട്. സുരേഷ് ഉണ്ണിത്താൻ പത്മരാജൻ്റെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു. ലോഹിദാസ് അന്ന് ഈ പറയുന്ന തനിയാവർത്തനവും കിരീടം ഒക്കെ ഏകദേശം കിരീടം ഇറങ്ങിയിട്ടുണ്ട്. തനിയാവർത്തനം അങ്ങനത്തെ പ്രസക്തി എഴുതാപ്പുരങ്ങൾ ഈ സിനിമകളൊക്കെ കഴിഞ്ഞെടുക്കുന്ന സമയമാണ്. അപ്പോൾ ലോഹിദാസ് സുരേഷ് ഉണ്ണിത്താൻ ഒരു സ്ക്രിപ്റ്റ് അന്ന് നമുക്കറിയാം ലോഹിദാസിന് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിനിമ ജാതകം എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് സുരേഷ് ഉണ്ണിത്താൻ പറഞ്ഞിട്ടുള്ളത് അന്ന് ആദ്യം മോഹൻലാലിൻ്റെയും അടുത്ത ഡേറ്റിന് വേണ്ടി പേരുന്നത് ഇവർ രണ്ടുപേരുടെയും കൂടെ പത്മരാജൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് സുരേഷ് ഉണ്ണിത്താൻ. പക്ഷെ അവർ രണ്ടുപേരും തിരക്കുകളായതുകൊണ്ട് അടുത്തത് ആരെയെന്നുകൊണ്ടാണ് ജയറാമിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ജയറാമിനെ വെച്ചിട്ട് ഈ ഒരു സബ്ജക്റ്റ് ലോഹിദാസ് പറഞ്ഞ കഥ വെച്ചിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതൊരു നമ്മളെല്ലാവരും കണ്ണുകളെല്ലാം കണ്ടിട്ടുണ്ടോ? തിലകനും ഷാനിയുണ്ട്, ഒരുപാട് പേരുണ്ട് അതിൽ. സിത്താരയാണ് നായിക. വളരെ നല്ലൊരു സിനിമയാണ് അത്. അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. സുരേഷ് ഉണ്ണിത്താൻ അന്ന് സ്റ്റേറ്റ് അവാർഡ്, മികച്ച നവാഗത സംവിധായകന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ ഒരു ഒരു സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ജാതകം അന്നൊരു ഹിറ്റ് സിനിമയാണ്. ജയറാമിന് ആ വർഷത്തെ ഒരു പ്രധാന ഹിറ്റ് തന്നെയാണ് ജാതകം. പിന്നെയുള്ളൊരു സിനിമ എന്ന് പറയുന്നത് ന്യൂ ഇയർ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ന്യൂ ഇയർ വിജയ് തമ്പി ചെയ്തൊരു സിനിമയാണ്. അതൊരു ഭയങ്കര ഒരു ത്രില്ലർ സിനിമയാണ്. അതിന് ജയറാമും സുരേഷ് ഗോപിയും ഉർവശിയും സുകുമാരനായിട്ടുള്ളൊരു സിനിമയാണ്. അതിന് ശരിക്കും അതിൻ്റെ ക്യാമറ സന്തോഷിവനൊക്കെ അന്ന് സിനിമയിൽ വന്നു തുടങ്ങിയൊരു സമയമാണ്. അത് എനിക്ക് അധികം ബഡ്ജറ്റ് ഇല്ലാതെ വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിലാണ് സന്തോഷിവൻ കുറച്ച് എഫേർട്ടൊക്കെ ഇട്ടിട്ട് ചെയ്തൊരു സിനിമയാണ്. ആ സിനിമ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു റീമേക്ക് ആയിരുന്നു. ഒരു ഇംഗ്ലീഷ് നോവലായിരുന്നു തോന്നുന്നു. എനിക്കൊന്ന് ആ സിനിമ കുറച്ച് സമയം എടുത്തിട്ടാണ് തിയേറ്ററിൽ എത്തി തോന്നുന്നത്. അതിൻ്റെ ഷൂട്ട് തുടങ്ങി കുറച്ച് കാലം എടുത്ത് ഇത് ഇറങ്ങാനായിട്ട്. എന്തായാലും ആ ഒരു സിനിമ തിയേറ്ററിൽ ഭയങ്കര ഹിറ്റല്ല. പക്ഷെ അത് ഇന്നും നമുക്ക് കാണുമ്പോൾ ഒരു തൊഴിൽ, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ ഒരു വില്ലനിസമൊക്കെ വളരെയധികം പ്രാധാന്യ സിനിമ. ജയറാമിന് അതൊരു സോഫ്റ്റ് ക്യാരക്ടറാണ്. പാർവതിയാണ് അതിൽ നായികയായിട്ട് ജയറാമിൻ്റെ പേരായിട്ട് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും അന്ന് ജയറാമിന് ഒരു ത്രില്ലർ സിനിമകളുടെ ഒരു ഘട്ടത്തിൽ അഭിനയിക്കാൻ പറ്റി എന്നത് തന്നെയാണ്. രഞ്ജിത്ത് തമ്മിയുടെ നല്ലൊരു മേക്കിംഗ് ഒക്കെ തന്നെയാണ് സിനിമ. അതൊരു പരാജയ സിനിമയൊന്നുമല്ല, അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. പിന്നെ വിജയ് തമ്പിയുടെ തന്നെ മറ്റൊരു സിനിമയാണ് നഗരത്തിൽ ചെന്ന് രാപ്പാർക്കാം. അതൊരു ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ടുള്ള സിനിമയായിരുന്നു. അത് രഞ്ജിത്താണ് ആ ഒരു സിനിമ എഴുതിയത്. അത് ശ്രീനിവാസനും ജയറാമും കൂടിയാണ് ആ ഒരു സിനിമയിൽ അഭിനയിച്ചത്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു സിനിമ. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ശ്രീനിവാസൻ എന്താ പറയുക, ജയറാം അതിൽ റോട്ടൊന്നും കൊണ്ടുവന്നൊരു പാറ്റേന് എടുത്തിടുന്നതും അങ്ങനെ കുറച്ച് തമാശയായിട്ട് നല്ല രസകരമായിട്ടുള്ള സിനിമയായിരുന്നു. അതെനിക്ക് തോന്നുന്നത് ഏകദേശം 89 ആ ഒരു സമയത്ത്, ഓണത്തിനോടനുബന്ധിച്ച് ഓണത്തിന് മുമ്പാണ് റിലീസായിട്ടുണ്ടായിരുന്ന സിനിമ. കാരണം ആ ഒരു സിനിമയും റാംജി റാവു സ്പീക്കിംഗ് ഏകദേശം ഒരേ സമയത്താണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് 2 സിനിമയിലും ഈ പറയുന്ന പോലെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി കറുത്ത ഡ്രസ്സ്, ഈ പറയുന്ന പോലെ തന്നെ ഒരു മാസ്ക് പോലെയൊക്കെ കണ്ണിലിങ്ങനെ ഒരു കറുത്ത മാസ്ക് പോലെയൊക്കെ വെച്ചിട്ടൊക്കെ പോകുന്ന 2 പോസ്റ്റേഴ്സ് ഒരേപോലെ വന്നിട്ട് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ റാംജി റാവു സ്പീക്കിംഗ് ഹിറ്റായിരുന്നു. നഗരത്തിൽ രാപ്പാർക്കാം ആ സിനിമയും ഭയങ്കര ഹിറ്റായിരുന്നു. അങ്ങനെ ജയറാമും ശ്രീനിവാസൻ കോമ്പിനേഷൻ്റെ ഒക്കെ ഇതിന് മുമ്പ് അവർ തൊട്ട് മുമ്പത്തെ വർഷമാണ് മറ്റേ പൊന്മുട്ടുന്ന താറാവൊക്കെ ചെയ്തത്. പക്ഷേ അതുപോലെ തന്നെ ഇതിൽ നല്ല രസകരമായിട്ടൊരു കോമ്പിനേഷനായിരുന്നു അവരുടെ. നല്ല സൂപ്പർ കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ജയറാമിന് വളരെ ഗുണം ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു. പിന്നെ വിജയ് തമ്പിയുടെ തന്നെ മറ്റൊരു സിനിമ, ഈ രഞ്ജിത്ത് തന്നെ എഴുതിയൊരു സിനിമയാണ് കാലാൾപ്പട എന്നുള്ള സിനിമ. അതിൽ ഈ പറഞ്ഞ പോലെ ജയറാമും റഹ്മാനുമാണ് ഹീറോസ് ആയിട്ട്. സുരേഷ് ഗോപി ആണ് അതിൽ വില്ലൻ റോൾ ചെയ്തിട്ടുള്ളത്. അതും ഈ പറഞ്ഞ പോലെ കുറച്ച് കാലം എടുത്തിട്ടാണ്. ഇപ്പോൾ ന്യൂ ഇയർ ആണോ കാലാൾപ്പടയാണോ എന്നറിയില്ല, ഏതൊരു സിനിമ ആദ്യം ഷൂട്ട് തുടങ്ങിയിട്ട് കുറച്ച് വൈകി ഇറങ്ങിയിട്ടുള്ളത്. അത് എനിക്കൊന്ന് കാലാൾപ്പട ആദ്യം തുടങ്ങി, അത് ഡിലേ വന്നപ്പോഴാണ് ന്യൂ ഇയർ ചെയ്തത്. ന്യൂ ഇയർ ഇറങ്ങിയ ശേഷം കാലാൾപ്പടയുടെ പെൻഡിങ് പോർഷൻസ് ഒക്കെ തീർത്തിട്ടുള്ളത്. പക്ഷേ കാലാൾപ്പട നല്ല രസമുള്ളൊരു സിനിമയാണ്. പക്ഷേ ആ സിനിമ തിയേറ്ററിൽ അത്ര വലിയ വിജയമല്ലായിരുന്നു. പിന്നെ ജയറാമിൻ്റെ മറ്റൊരു സിനിമയാണ് വർണ്ണം എന്ന് പറയുന്ന ഒരു സിനിമ. അത് അശോകൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് താഹ അശോകൻ, അവരുടെ കൂട്ടുള്ള അശോകൻ്റെ സിനിമയാണ്. അത് അത്യാവശ്യം ഓടിയൊരു സിനിമയാണ്. ഈ പറഞ്ഞത് ജയറാം ജഗതി കോമ്പിനേഷൻ, തിലകനുണ്ട്. അപ്പം ഈ ഒരു സിനിമയുടെ സമയത്ത് തന്നെയാണ് കിരീടവും ജയറാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അന്ന് കിരീടത്തിൻ്റെ ഷൂട്ട് ഇവർ ട്രിവാൻഡ്രത്തേക്ക് വെച്ചത്. കാരണം
തിലകൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. കാരണം തിലകൻ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തുകൊണ്ട് ഒരേ ദിവസം തന്നെ 2-3 സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ഈ ഒരു സിനിമ അന്ന് പറഞ്ഞ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമ. എനിക്കൂടെ അതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ജഗതിയുടെ ഒരു ഹ്യൂമറൊക്കെയാണ്. സുരേഷ് ഗോപി ഉണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഇട്ടിട്ട്. പിന്നെ ചാണക്യനാണ്. ചാണക്യൻ ഈ പറഞ്ഞ പോലെ 89 ഓണം സമയത്ത് തന്നെയാണ് ചാണക്യൻ ഇറങ്ങുന്നത്. അത് വൻ വിജയമായിരുന്നു. കമലഹാസൻ എന്താ പറയുക, എനിക്കൊന്ന് അതിനുശേഷം കമലഹാസൻ ഒത്തിരി റോൾ ചെയ്തിട്ടില്ല. ടി കെ രാജകുമാറിൻ്റെ സിനിമ. ജയറാം മിമിക്രി ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്നു. എനിക്കൊന്ന് ജയറാമിൻ്റെ കരിയറിൽ തുടക്കകാലത്ത് അന്ന് കിട്ടിയതിൽ ഏറ്റവും ഒരു ബെസ്റ്റ് റോൾസിൽ ഒന്ന് തന്നെയാണ്. കാരണം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ജയറാം അന്ന് റാം ജിറോ സ്പീക്കിംഗ് വിട്ടതെന്ന് കേട്ടത്. കാരണം ഇതിൻ്റെ ഡേറ്റ് ആയിട്ട് ക്ലാഷ് ആവുന്നതുകൊണ്ടാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഉത്സവ് പിറ്റേന്ന്. അത് ഭരത് ഗോപി സംവിധാനം ചെയ്തൊരു സിനിമയാണ്. മോഹൻലാലാണ്, സുകുമാരനാണ്. അതിൽ മോഹൻലാലിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ക്യാരക്ടറാണ്. ചെറിയൊരു ക്യാരക്ടറാണ്, പക്ഷേ വളരെ നല്ലൊരു ഒരു 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 സോഫ്റ്റ് ക്യാരക്ടർ തന്നെയാണ്. പിന്നെ സ്വാഗതം എന്ന് പറയുന്ന സിനിമയാണ് വേണു നാഗവള്ളി അഭിനയിച്ചിട്ടുള്ളത്. വേണു നാഗവള്ളിയുടെ പാറ്റേൺ ഓഫ് സിനിമയായിരുന്നു. അതങ്ങനെ വലിയ വിജയമൊന്നും അല്ലായിരുന്നു. പിന്നെ പുതിയ കരുക്കൾ എന്ന് പറയുന്നൊരു സിനിമ, അത് തമ്പി കണ്ണന്താനമാണ് ചെയ്തത്. തമ്പി കണ്ണന്താനം വന്ന് ആക്ഷൻ സിനിമകൾ, രാജാവിൻ്റെ മകന് വലിയൊരു കാഴ്ചകളൊക്കെ പോലത്തെ സിനിമകൾ ചെയ്ത ജയറാമിനെ ഒരു ആക്ഷൻ ഹീറോ ആക്കാൻ വേണ്ടി ചെയ്ത ഒരു സിനിമയായിരുന്നു. പാർവതിയായിരുന്നു അതിൽ ജയറാമിൻ്റെ പേരായിട്ട് വന്നത്. പക്ഷേ ആ സിനിമ പരാജയമായിരുന്നു. കൊച്ചിൻ ഹനീഫയാണ് എഴുതിയത്. പക്ഷേ ജയറാമിന് എനിക്കൊരു അങ്ങനെ 1-2 സിനിമകളൊക്കെ ആക്ഷൻ കൂടുതൽ സിനിമകൾ പരാജയപ്പെട്ടതുകൊണ്ടായിരിക്കും ജയറാമിനോട് ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് വളർന്നില്ല. ജയറാം ഫാമിലി സിനിമകൾ അല്ലെങ്കിൽ റൊമാൻറ്റിക് സിനിമകൾ, ആ പാറ്റേണുകൾ, ഹ്യൂമർ സിനിമകൾ തന്നെയായിരുന്നു ജയറാമിൻ്റെ അന്ന് വിജയിച്ചിരുന്നത്. പിന്നെ ഉള്ളത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. അത് നമുക്ക് എല്ലാവരും ഫേവറേറ്റ് സിനിമയാണ്. അതും ഈ പറഞ്ഞ പോലെ അന്ന് മോഹൻലാലിനെ വെച്ച് ആലോചിച്ച ഒരു സിനിമയായിരുന്നു പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. പക്ഷേ പിന്നീട് മാറി മറിഞ്ഞ് വന്നാണ് ജയറാമിലേക്ക് എത്താനായിട്ട്. ജയറാം അതിഗംഭീരമായിട്ട് ചെയ്തു. ജയറാമിന് വളരെ ഗുണം ചെയ്ത സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റായി. മോഹൻലാലിൻ്റെ ഒരു ഗസ്റ്റ് റോൾ എല്ലാം കൊണ്ട് ആ സിനിമ ജയറാമിൻ്റെ ആ വർഷത്തെ ഒരു ഹിറ്റ് സിനിമ തന്നെയാണ്. പിന്നെ മഴവിൽ കാവടി, സത്യനന്ദിക്കാടിൻ്റെ സിനിമ. അതും ഈ പറഞ്ഞ പോലെ തന്നെ നേടിയ ഒരു സിനിമയാണ്. ഇന്നും സത്യനന്ദിക്കാട് ജയറാം സിനിമകൾ നമ്മൾ ബെസ്റ്റ് സിനിമകൾ എടുത്താൽ അതിലൊരു സിനിമ മഴവിൽ കാവടി തന്നെയായിരിക്കും. പിന്നെ പ്രാദേശിക വാർത്തകൾ, ഈ പറഞ്ഞ തമിഴിൻ്റെ സിനിമ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ടീമിൻ്റെ തന്നെ സിനിമയാണ്. പക്ഷേ പ്രാദേശിക വാർത്തകൾ അന്ന് ഈ പെരുവണ്ണാപുരത്തിൻ്റെ പോലത്തെ ഒരു സിനിമ, അതായത് റിപ്പീറ്റേഷൻ പോലെ ഫീൽ ചെയ്തുകൊണ്ടാണ്, അതേപോലത്തെ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് വരാത്തതുകൊണ്ടാണ് ആ സിനിമ ഒന്ന് തിയേറ്ററിൽ വലിയ വിജയമല്ലായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് ടി വിയിൽ കണ്ടാൽ റിപ്പീറ്റായിട്ട് കാണുന്നൊരു സിനിമയാണ്. അതേ ടീമൊക്കെ തന്നെയാണ് ഇവരുടെ ജയറാമും പാർവതിയും സിദ്ദിഖുണ്ട്, ഒരുപാട് പേരുണ്ട്. നമുക്ക് ജഗതി ശ്രീകുമാറിൻ്റെയൊക്കെ അതിഗംഭീര റോളാണ്. ഇന്നസെൻറ്റ്, മാമുക്കോയ, എല്ലാവരും ഉണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ആ ടീമിലുള്ള പെരുവണ്ണാപുരത്തിൽ കണ്ട എല്ലാ ടീമും തന്നെ അതിലുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ അന്ന് വിജയമല്ലായിരുന്നു. പിന്നെ ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറയുന്ന ഒരു സിനിമ, അത് ഭയങ്കര രസമായിട്ടൊരു ഫണ്ണി ആയിട്ടുള്ള സിനിമയാണ്. അത് ഭയങ്കര സൂപ്പർ ഹിറ്റൊന്നുമല്ല. പക്ഷേ ഈ പറഞ്ഞ ജയറാമിലെ ഒരു ഹ്യൂമർ, അത് ജയറാമും ജഗതിയും തിലകനും ഗീതയും എല്ലാവരും തകർത്ത് പെർഫോം ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ഇന്നലെ ഗുരുവിൻ്റെ സിനിമ പത്മരാജൻ, ഈ പറഞ്ഞ മൂന്നാം പക്കവും ഈ പറയുന്ന അപരനൊക്കെ ജയറാമിന് കൊടുത്ത പത്മരാജൻ്റെ ബെസ്റ്റ് സിനിമകളിൽ ഒന്നാണ്. അതിൽ സുരേഷ് ഗോപി നല്ലൊരു ഗംഭീര റോളാണ്. ജയറാമാണ് നായകനെങ്കിൽ കൂടിയും അതിലൊരു ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമയായിരുന്നു. എനിക്കൊന്ന് ജയറാം ഒരു ഡോക്ടറൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജയറാമിന് വളരെ ഒരു മെച്ചൂർഡായിട്ടുള്ള ഒരു റോൾ തന്നെയായിരുന്നു. നല്ല റൊമാൻസ്, ഇമോഷൻസും എല്ലാം പ്രകടിപ്പിക്കാൻ പറ്റിയ റോളായിരുന്നു. എനിക്കൊന്ന് ജയറാമിൻ്റെ കരിയറിൽ പത്മരാജൻ എടുത്ത എല്ലാം ഗംഭീര റോള് തന്നെയാണ്. എന്നാൽ അതിലൊരു എടുത്തു പറയേണ്ട, കാരണം ആദ്യത്തെ സിനിമകൾ ഈ അപരനിലും മൂന്നാം പക്കത്തെക്കാട്ടും ജയറാം ഒരു നടന്ന രീതിയിൽ വെച്ചുകൂടി വിഴുവായിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള സിനിമയാണ് ഇന്നലെ. പിന്നെ അർത്ഥം എന്ന് പറയുന്ന ഒരു സിനിമ, വീണ്ടും സത്യനന്ദിക്കാടിൻ്റെ വളരെ ഡിഫറൻ്റ് സിനിമ. വേണു നാഗവള്ളി എഴുതിയ ഒരു സിനിമ. അതിൽ മമ്മൂട്ടിയാണ് നായകൻ. പക്ഷേ ജയറാം അതിൽ കുറച്ചേ ഉള്ളൂ അതിൽ. പക്ഷേ ജയറാമിൻ്റെ കഥാപാത്രത്തിലൂടെയാണ് ആ ഒരു സിനിമ ശരിക്കും, അതായത് മമ്മൂട്ടിയുടെ ക്യാരക്ടർക്കറിയാം ജയറാം അതിൽ മരിക്കുന്നത്, അതായത് ആത്മഹത്യയിൽ നിന്നും ജയറാമിനെ ലക്ഷ്മിയിൽ ജയറാം മരണപ്പെടുന്നത്, അത് മമ്മൂട്ടിയുടെ ഒരു അന്വേഷണം കാര്യങ്ങളൊക്കെ. മമ്മൂട്ടിയാണ് നായകൻ. പക്ഷേ ജയറാമിൻ്റെ വളരെ നല്ല ഒരു സോഫ്റ്റ് ക്യാരക്ടറൊക്കെയായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് 89 എന്ന് പറയുന്ന വർഷം ഈ പറയുന്ന ഹീറോ ആയിട്ട് സപ്പോർട്ടിങ് റോൾസിലൊക്കെ ജയറാമിനെ തിളങ്ങാൻ പറ്റി. അവിടെ നിന്നിട്ടാണ് ജയറാം 1990 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ജയറാമിന് പിന്നെ 1990 കുറച്ച് പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് രാജസേൻ്റെ സിനിമയിലൂടെയൊക്കെ ജയറാം ഒരു കംബാക്ക് ഒക്കെ നടത്തുന്നത്. അപ്പോൾ അത് നമുക്കൊരു മറ്റ് എപ്പിസോഡിൽ ചെയ്യാം. അതായത് 89 എന്ന് പറഞ്ഞൊരു വർഷം ജയറാമിൻ്റെ ഈ പറഞ്ഞ സിനിമകളൊക്കെ നിന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനൊന്ന് LKG-യിലോ UKG-യിലാണ് വന്നത്. ആ ഒരു സമയത്ത് എൻ്റെ ഓർമ്മയിൽ ഞാൻ ചാണക്യൻ എന്ന സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. വേറെ സിനിമയൊന്നും ജയറാമിൻ്റെ തിയേറ്ററിൽ പോയി കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ചാണക്യൻ തൃശ്ശൂർ രാഗത്തിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതുപോലെ തിയേറ്ററിൽ കണ്ട നിങ്ങളുടെ ഒരു ഓർമ്മകൾ നമുക്ക് പങ്കുവയ്ക്കുക.